10, 10. എബ്രായ ഭാഷയിൽ ഏസർ, സ്ത്രീലിംഗത്തിൽ അസാറാഹ്, ഗ്രീക്കിൽ ഡെക്ക എന്ന് പറയും. ലാറ്റിൻ ഭാഷയിൽ ഡെക്കേം, സംസ്കൃതത്തിൽ ദശൻ എന്നും പറയും. 9 അക്കങ്ങളുടെ നിര അവസാനിക്കുന്നുവെങ്കിലും ഒരു ക്രമം അഥവാ പങ്ക്തി പൂർത്തിയാകുന്നത് 10 ക്രമപൂർണതയെ കുറിക്കുന്ന സംഖ്യയാണ് 10, ഒപ്പം ഒരു പരിധിയെയും. തിരുവെഴുത്തുകളിൽ പല സ്ഥാനങ്ങളിലും ഒരു കൃത്യമായ എണ്ണം എന്നതിലേറെ പരിധിയെ വിവക്ഷിക്കുകയാണ് 10. ഒരു കുടുംബത്തിൻ്റെയോ ജാതിയുടെയോ മുഴുവൻ അസ്തിത്വവും ഉൾക്കൊള്ളുകയാണ് 10ാം തലമുറ എന്ന പ്രയോഗം. ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ആവർത്തനം 23:3. 10ാം തലമുറ പോലും എന്നത് അത്യന്ത നിഷേധത്തെ കുറിക്കുന്നു. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. സഭാപ്രസംഗി 7:19. ആ ഭാഗത്തും 10 നിശ്ചിതാർത്ഥം വിവക്ഷിക്കുന്നില്ല. മനുഷ്യൻ്റെ സംഖ്യയായ 6ഉം ഭൂമിയുടെ സംഖ്യയായ 4ഉം ചേർന്നാൽ 10 ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന് ക്രമവും ചിട്ടയും പ്രദാനം ചെയ്യുവാൻ യഹോവ നൽകിയ കൽപ്പനകൾ 10. ഈ കൽപ്പനകൾ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് പരിധി നിർണയിച്ചു. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ അധിവാസയോഗ്യമാക്കി ക്രമപ്പെടുത്തിയ ചരിത്രം വിവരിക്കുന്ന ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിച്ചു എന്ന് 10 സ്ഥാനങ്ങളിലുണ്ട്. 1-3, 6, 9, 11, 14, 20, 24, 26, 28, 29. ക്രമവാചിയായ ടാക്സിസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ 10 പ്രാവശ്യം മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. ലൂക്കോസ് 1:8, 1 കൊരിന്ത്യർ 14:40, കൊലോസ്യർ 2:5, എബ്രായർ 5:6, 10, 6-ാം അധ്യായം 20-ാം വാക്യം, 7-ാം അധ്യായം 11, 2 പ്രാവശ്യം, 17, 21 വാക്യങ്ങൾ. പരീക്ഷ, പരിശോധന എന്നീ സൂചനകളിൽ കുറച്ചധികം സ്ഥാനങ്ങളിൽ 10 പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ രാജഭോജനത്തിന് പകരം ശാകപദാർത്ഥം നൽകി പരീക്ഷിച്ചത് 10 ദിവസത്തേക്കായിരുന്നു. ദാനിയേൽ 1:12. കുലീനനായ മനുഷ്യൻ രാജത്വം പ്രാപിച്ചു മടങ്ങിവരാൻ ദൂരദേശത്തേക്ക് യാത്ര പോയപ്പോൾ 10 ദാസന്മാരെ വിളിച്ചേൽപ്പിച്ച വെള്ളി 10 റാത്തലായിരുന്നു. സ്മുർണയിലെ സഭയോടുള്ള ദൂതിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 10 വരുന്നു. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. വെളിപ്പാട് 2:10. യഹോവയുടെ വാക്ക് കൂട്ടാക്കാതെ 10 പ്രാവശ്യം ഇസ്രായേല്യർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചു. സംഖ്യ 14:22. 10 പ്രാവശ്യം സ്നേഹിതന്മാർ നിന്ദിച്ച് തന്നോട് കാഠിന്യം കാണിച്ചതായി ഇയ്യോബ് പറഞ്ഞു. 19-ാം അധ്യായം 3-ാം വാക്യം. സ്നേഹിതന്മാരിൽ നിന്നും തനിക്ക് നേരിട്ട നിന്ദയുടെ ഉച്ചാവസ്ഥയെ വ്യഞ്ചിപ്പിക്കുവാനായിരുന്നു ഇയ്യോബ് 10 പ്രാവശ്യം എന്ന് പറഞ്ഞത്. തൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി ലാബാൻ ചതിവ് പ്രയോഗിച്ചതായി യാക്കോബ് ആവലാതിപ്പെട്ടു. ഉൽപ്പത്തി 31:7. മിസ്രയീമിനെയും രാജാവായ ഫറവോനെയും പീഡിപ്പിച്ചത് 10 ബാധകളായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതിക്ക് ദൈവം 10 ജാതികളുടെ ദേശം അവകാശമായി നൽകി. മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള 1 കേന്യർ, 2 കെനിസ്യർ, 3 കദ്മോന്യർ, 4 ഹിത്യർ, 5 പെരിസ്യർ, 6 രഫായീമ്യർ, 7 അമോര്യർ, 8 കനാന്യർ, 9 ഗിർഗശ്യർ, 10 യെബൂസ്യർ എന്നിവരുടെ ദേശം. ഉൽപ്പത്തി 15-ാം അധ്യായം 18 മുതൽ 21 വരെ. എതിർ ക്രിസ്തുവിൻ്റെ ലോകാധിപത്യവും 10 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. നെബൂഖദ്നേസറിന്റെ സ്വപ്നത്തിൽ ദാനിയേൽ 2:41 കണ്ട ബിംബത്തിൻ്റെ 10 പതാങ്കുലികളും ദാനിയേലിൻ്റെ ദർശനത്തിലെ 4-ാം മൃഗത്തിൻ്റെ 10 കൊമ്പുകളും, ദാനിയേൽ 7:7, 20, 24, വെളിപ്പാട് 12:3, 13:1, 17:3, 7, 12 ഈ 10 രാഷ്ട്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല.
മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. വെളിപ്പാട് 17:12. ക്രിസ്തു വീണ്ടും വന്ന് തൻ്റെ സമാധാനപൂർണമായ രാജ്യം സ്ഥാപിച്ച് 1000 വർഷം ഭൂമിയെ വാഴും. 1000 എന്നത് 10 ആണ്. സർവശക്തൻ എന്ന അർത്ഥത്തിൽ ദൈവത്തെ ഗ്രീക്കിൽ പാൻറ്റോക്രാറ്റോർ എന്ന് വിശേഷിപ്പിക്കുന്നത് 10 പ്രാവശ്യമാണ്. അതിൽ 9 വെളിപ്പാടിലത്രേ. 2 കൊരിന്ത്യർ 6:18, വെളിപ്പാട് 1:8, 4:8, 11:17, 15:3, 16:7, 14, 19:6, 15, 21:22. സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമകൾ 10 മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 7 13-ാം അധ്യായത്തിലും ശേഷിച്ച 3 22-ഉം 25-ഉം അധ്യായങ്ങളിലുമാണ്. ദൈവരാജ്യത്തെ അവകാശമാക്കാത്ത 10 കൂട്ടരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുണ്ട്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ. 2 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് അനിവാര്യമായ വിശുദ്ധീകരണത്തെ കുറിക്കുന്ന ഹഗ്യോസ്മോസ് എന്ന ഗ്രീക്ക് പദം 10 പ്രാവശ്യം മാത്രമാണ് പുതിയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. റോമാലേഖനം 6:19-22, 1 കൊരിന്ത്യർ 1:30 വാക്യം ശുദ്ധീകരണം, 1 തെസ്സലോനിക്കർ 4:3, 4, 7, 2 തെസ്സലോനിക്കർ 2:13, 1 തിമോത്തിയോസ് 2:15, എബ്രായ ലേഖനം 12:14, 1 പത്രോസ് 1:2. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ദുർബലമായി തീരുന്ന 10 ശക്തികളാണ് മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റു സൃഷ്ടികൾ എന്നിവ. റോമാലേഖനം 8:38-39 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ മണവാളനെ എതിരേൽപ്പാൻ വിളക്കും എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സ്വർഗരാജ്യത്തെ സാദൃശ്യപ്പെടുത്തുന്നു. 25-ാം അധ്യായം 1 മുതൽ 13 വരെ. വീണ്ടെടുപ്പ് വില 10 ഗേര അഥവാ അരശേക്കൽ ആയിരുന്നു. ദൈവകൽപ്പന പ്രകാരം ഓരോ വ്യക്തിയും അത് നൽകേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12 മുതൽ 14 വരെ. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 47-ാം വാക്യം. ദാവീദ് രാജാവ് ജനത്തെ എണ്ണിയപ്പോൾ ഈ വഴിപാട് അർപ്പിച്ചില്ല. 2 ശമൂവേൽ 24, 1 ദിനവൃത്താന്തം 21. ദൈവകൽപ്പന നിരസിക്കപ്പെടുകയാൽ തുടർന്ന് ന്യായവിധി ഉണ്ടായി. ആദ്യജാതൻ നൽകേണ്ട വീണ്ടെടുപ്പ് വില 10 മടങ്ങാണ്. 10 സമാഗമന കൂടാരവുമായുള്ള യോഗ്യത ചിന്ത്യമാണ്. യഹോവയുടെ വിശുദ്ധ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഷെഖീന തേജസാവസിക്കുന്ന അതിവിശുദ്ധ സ്ഥലം ക്യൂബാണ്. 10x10x10. കൂടാരത്തിനകത്തുള്ള ലിനൻ മൂടുശീലകളുടെ എണ്ണം 10. പുറപ്പാട് 26:1. വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുവടുകളും മറശ്ശീലയുടെ ചുവടും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം, 100 ചുവടിന് 100 താലന്ത് വെള്ളി. 10x10 അത്രയും ചെലവായി. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 27. സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ താമ്രത്തൊട്ടിയുടെ പരാമർശം പുറപ്പാടിലും ലേവ്യ പുസ്തകത്തിലുമായി 10 പ്രാവശ്യമുണ്ട്. പുറപ്പാട് 30-18, 28, 31-9, 35-16, 38-8, 39-39, 40-ാം അധ്യായം 7, 11, 30. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. ശലോമോന്റെ ദൈവാലയത്തോടുള്ള ബന്ധത്തിലും താമ്രത്തൊട്ടി അഥവാ കിയോർ 10 പ്രാവശ്യം പറയപ്പെടുന്നു. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 30, 38, 4 പ്രാവശ്യം, 40, 43. 2 രാജാക്കന്മാർ 16, 17. 2 ദിനവൃത്താന്തം 4, 6, 14. ശലോമോന്റെ ദൈവാലയത്തിലെ താമ്രത്തൊട്ടികളുടെ എണ്ണവും 10 1 രാജാക്കന്മാർ 7-ാം അധ്യായം 38-ാം വാക്യം. ഏലോൻ 10 വർഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. ന്യായാധിപന്മാർ 12, 11. മെനഹേം ഇസ്രായേലിൽ 10 വർഷം വാണു. 2 രാജാക്കന്മാർ 15, 17. ആസയുടെ കാലത്ത് ദേശത്തിന് 10 വർഷം സ്വസ്ഥത ലഭിച്ചു. 2 ദിനവൃത്താന്തം 14, 1. ഹിസ്കിയാവിന് മരണത്തിൽ നിന്നും
15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തതിന് അടയാളമായി നിഴൽ 10 പടി ഇറങ്ങിപ്പോയി. 2 രാജാക്കന്മാർ 20:10. ശത്രുവായ ഹാമാന്റെ 10 പുത്രന്മാരെ യഹൂദന്മാർ കൊന്നു. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതൽ 9 വരെയും 12-ാം വാക്യവും. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുന്നത് 10 കമ്പിയുള്ള വീണ കൊണ്ടായിരിക്കുമെന്ന് ദാവീദ് പാടുന്നു. സങ്കീർത്തനം 33:2, 92:2, 144:9.